സംസ്ഥാനത്ത് നിന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് തന്നെയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, വലിയ ശക്തമായ ചൂട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ അൾട്രാവയലറ്റ് റേസ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ആധിക്യം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു അപകട നിലയ്ക്ക് അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്തുന്നു എന്ന സാഹചര്യം കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർക്ക് പൊള്ളലേറ്റ സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? ഇന്നുകൂടി അതിശക്തമായിട്ടുള്ള ചൂട് തുടരും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും. 40 ഡിഗ്രിയോടടുത്ത് ചൂട് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ അവിടെ 39.8 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്നലെ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നു. കൊല്ലത്തും തൃശ്ശൂരിലും കോട്ടയത്തും ഒക്കെ തന്നെയും സമാനമായ രീതിയിൽ 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. ബാക്കിയുള്ള ജില്ലകളിലും 36 ഡിഗ്രിക്ക് മുകളിൽ തന്നെയാണ് ചൂട് ഇന്നുണ്ടാവുക. ഇത് സ്വാഭാവിക ചൂടിനെ അപേക്ഷിച്ച് ഏതാണ്ട് 3 മുതൽ 5 വരെ ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഒപ്പം ഇതിൽ ആശ്വാസകരമായിട്ടൊരു കാര്യമുള്ളത്, ഇന്ന് ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നാളെ മുതൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ഇപ്പോഴുള്ള അതിശക്തമായിട്ടുള്ള ചൂടും ഒപ്പം തന്നെ ഈ ചൂട് കാലത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ഉണ്ടാകണമെങ്കിൽ മഴ ശക്തമായേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലയിടങ്ങളിൽ ഇടിയോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട് ഭീകരമായിട്ടുള്ളൊരവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ ചൂട് കൂടുമ്പോൾ എല്ലാവരും ഒരു ആശ്വാസത്തിനായി പോകുന്ന സ്ഥലമാണ് ഇടുക്കിയിലെ മൂന്നാർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെയാണ് അൾട്രാവയലറ്റ് രശ്മികളുടെ ഈ ഒരു പ്രഹരം ഏറ്റവും അധികമുള്ളത് എന്നുള്ളതാണ്. ഇത് 1 മുതൽ 5 വരെയുള്ള ഒരു നിലയിലാണ് അതിൻ്റെ സാധാരണഗതിയിൽ അത് നോർമലായി നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. പക്ഷേ അത് 8 മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിഭീകരമായിട്ടൊരു അവസ്ഥ തന്നെയാണ്. അതാണ് നിലവിൽ മൂന്നാറിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ചൂട് ഏൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുത്ത ചൂട് ഇന്നും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അടക്കം നൽകുന്ന സൂചനകൾ. ഇബിയാണ് വിവരങ്ങളുമായി ചേർന്നത്.